ഇന്ന് നമുക്കൊരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 3 സവാള, 1 തക്കാളി, 1 ഉരുളക്കിഴങ്ങ്. ഞാനിത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 5 ഗ്രാമ്പു, പിന്നെ കുറച്ച് പട്ട, പിന്നെ 3-4 ഏലക്ക പൊളിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള കുരു. അപ്പോൾ ഇത്രയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർക്കും. പിന്നെ 2 പച്ചമുളക് കീറിയിടുക, പിന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കിയിട്ട് കുക്കർ അടച്ചു വെക്കാം. അങ്ങനെ ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ റിലീസ് ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇത് ചിക്കൻ്റെ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി, ഉരുളക്കിഴങ്ങ്, ചിക്കൻ ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി കുക്കർ അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ടാമത്തെ വിസിലും കൂടി വന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.